ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അവിയലാണ്. അതായത് ഒരു ഓണം സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓളം എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ, ഒരു 5 ഐറ്റം കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഇളവൻ ഇതേപോലെ കട്ട് ചെയ്തതും, അതേമാതിരി അതേ അളവിൽ ചേന, കുറച്ച് മുരിങ്ങക്കായ ഒരു 2 എണ്ണം, പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്ത്, പിന്നെ പയർ 5 ഐറ്റം, എല്ലാം കൂടി ഒരു 400 ഗ്രാം കഷ്ണം ഉണ്ടാവും. ഇനി അതിലേക്ക് വേണ്ട നമുക്കൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അരമുറി നാളികേരം ചിരകിയത് വലിയ മുറി, പിന്നെ ഒരു 150 ml തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ കഷ്ണങ്ങൾ ഒന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പഴയ കാലത്ത് അവിയൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ഉരുളിയിൽ ആണ് അവിയൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഞാൻ അതിലൊരു 4 പച്ചമുളക് ഇതിലേക്ക് കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിൽ നമ്മൾ കനലിൽ വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. എണ്ണയിലും ആ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിലും വെന്ത് കിട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ആയതുകൊണ്ട് അതിനൊന്നും കഴിയില്ല, എന്നാലും ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ബാക്കി 4 പച്ചമുളക് ആ തേങ്ങയുടെ കൂടെ ചേർത്ത് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കുക. ഒരല്പം വെള്ളം മാത്രം കൊടുത്തിട്ട് അരച്ചെടുക്കുക. അല്പം തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു പാലക്കാടൻ സ്റ്റൈൽ അവിയലാണ്. നമ്മളിതിൽ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാതെ അവിയലാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഒരുവിധം ഒന്നും ആയിട്ടില്ല. അത് ആവിയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ മൺപാത്രം ആയതുകൊണ്ട് അടിപ്പിടിക്കുന്നില്ല. നമ്മൾ ലോ ഫ്ലെയിമിലായിട്ടിരിക്കുന്നത്. ഏകദേശം ചെറുതായിട്ടൊന്ന് വെന്തിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വഴറ്റണമെന്നൊന്നുമില്ല, ഞാനത് കാണിച്ചതുള്ളൂ. നേരിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്താലും മതി. ഒരു 5-6 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ തൈരൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ കാണുമ്പോൾ അറിയാലോ, കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനായി സെറ്റായി വന്നിട്ടുണ്ട്. ആ വെള്ളം ഒന്നുകൂടി വറ്റി വരാനുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. മുരിങ്ങക്കായ എല്ലാം വെന്തിട്ടുണ്ട്. കാരണം ചേന വെന്ത് ഉടയരുത്, ഇതേപോലെ തന്നെ വെന്ത് കിടക്കണം. അപ്പോഴാണ് അവിയലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചി ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തന്നെ എടുക്കണം. കാരണം ആ തൈരിൻ്റെ പുളിയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിക്കണം. സാധാരണ നമ്മൾ പച്ചടിക്കൊക്കെ തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് തൈര് ചേർത്തിട്ട് തീ ഓഫാക്കുകയാണ് പതിവ്. അപ്പോൾ ഈ അവിയലിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന മാതിരി എടുക്കും. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് അരപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് അരപ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് ഒന്ന് ശരിക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് ഇതിൽ വെള്ളം വളരെ കുറച്ച് നമ്മൾ ഒരു നല്ല ടൈറ്റാക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ തൈരിൻ്റെ പുളിയെല്ലാം കൂടി അതിലേക്ക് ചേർന്ന് നിൽക്കുകയുള്ളൂ. വളരെ ഹെൽത്തിയായ ഒരു അവിയലാണ്. വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അവിയൽ വയ്ക്കുമ്പോൾ പുളിയൊക്കെ ചേർത്ത് ഒരുപാട് കഷ്ണങ്ങളിട്ടാണ് വെക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് വെക്കാറ്. ഇപ്പോൾ പോരാത്ത കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി നന്നായി തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറുക്കി എടുക്കുക. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഐറ്റമാണ്. ഏകദേശം ഇതേപോലെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി ചെറുതായിട്ട് വറ്റി വരാനുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഏകദേശം നമ്മളെ അവിയൽ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ട് ഒരു 5 ഐറ്റം കഷ്ണങ്ങൾ എന്തായാലും എടുക്കണം. പിന്നെ തൈരും തേങ്ങയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പച്ച വെളിച്ചെണ്ണയും ജീരകവും പിന്നെ പച്ചമുളക്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഐറ്റംസ് തന്നെയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയാലൊന്നും ഇങ്ങനെ ചൂടായി കിടക്കുന്നത് നമ്മൾ ആ ചട്ടി ചൂടുള്ളതുകൊണ്ടാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നല്ലൊരു പുളിയുള്ള തൈരൊക്കെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് അവിയൽ വെച്ച് നോക്കുക, നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഫുള്ളായിട്ട് അടച്ചു വയ്ക്കാതെ ഇതേമാതിരി ഒന്ന് അകത്തി വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഞാനൊരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഒരുപാട് അങ്ങോട്ട് ചൂടാറിയിട്ടൊന്നുമില്ല. എന്നാലും ഈ കണ്ടീഷനാണ് നമ്മുടെ അവിയൽ വേണ്ടത്. ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിരിക്കും, നല്ല രുചിയായിരിക്കും. ആ തൈരിൻ്റെ പുളിയും തേങ്ങയുടെയൊക്കെ രുചി. അപ്പോൾ അടിപൊളിയല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ അവിയലുണ്ടെങ്കിൽ പിന്നെ അവിയലിന് നല്ലൊരു കോമ്പിനേഷനാണ് രസം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ചോറുണ്ണാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്